ക്ക് 100 സീറ്റെന്ന് അവകാശപ്പെടുന്ന യു.ഡി.എഫിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും അതിനാലാണ് ഇടത് ഘടകകക്ഷിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതെന്നും മന്ത്രി പി രാജീവ്. ഇടതുമുന്നണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഏതെങ്കിലും കക്ഷിയെ കിട്ടുമോ എന്നാണ് യു.ഡി.എഫ് നോക്കുന്നത്. കത്തോലിക്ക സഭയുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നുണ്ട്. ഭിന്നശേഷി നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ സർക്കാർ പാലിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഗൗരവതരം, അയോഗ്യത സംബന്ധിച്ച് സ്പീക്കറാണ് വിഷയം പരിഗണിക്കേണ്ടത്. കോൺഗ്രസ് ഗത്യന്തരമില്ലാതെയാണ് നടപടിയെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ല, പ്രതിപക്ഷ മേധാവ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം യഥാർത്ഥത്തിൽ ചരിത്രബോധം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. 1977 പിണറായി ജനസംഘത്തിന്റെ ഒപ്പം നിന്ന് മത്സരിച്ചു. അദ്ദേഹം നിയമസഭയിൽ ഇത് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ച കാര്യമാണ്. നമ്മൾ വെറുതെ അന്വേഷിച്ചാൽ കഴിഞ്ഞാൽ 77 ജനസംഘം ഉണ്ടോ? ജനസംഘത്തെ പാർട്ടി അന്നുണ്ടോ? അങ്ങനെ പാർട്ടി അന്നില്ലല്ലോ. ആ പാർട്ടി ജനതാ പാർട്ടിക്കകത്ത് ലയിച്ചല്ലോ. അങ്ങനെ ഇല്ലാത്ത പാർട്ടിയാണെന്ന്. യഥാർത്ഥത്തിൽ ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ MLA ആരെങ്കിലും എന്തെങ്കിലും ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി അവരുമായി ധാരണയുണ്ടാക്കി കേരളത്തിൽ തുടങ്ങിയത് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം 1960-ലാണ്.